സുഭാഷിതം. നാളെ അന്താരാഷ്ട്ര സന്തോഷ ദിനമാണ്. ഇൻ്റർനാഷണൽ ഡേ ഓഫ് ഹാപ്പിനെസ്. ജീവിതത്തിലെ അടിസ്ഥാന ലക്ഷ്യം സന്തോഷമാണെന്ന് അംഗീകരിക്കുന്നതിനായി എല്ലാ വർഷവും മാർച്ച് 20 ആഘോഷിക്കുന്നതിനാണ് ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര സന്തോഷ ദിനം സ്ഥാപിച്ചത്. ഒരു രാജ്യത്തിൻ്റെ അതിർത്തിക്കുള്ളിൽ ഒരു നിശ്ചിത കാലയളവിൽ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യം ആണ് GDP അഥവാ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എങ്കിൽ ഒരു രാജ്യത്തെ സാമ്പത്തിക വളർച്ചയേക്കാൾ അവിടെ വസിക്കുന്ന മനുഷ്യരുടെ കൂട്ടായ ക്ഷേമത്തിനും സന്തോഷത്തിനും സ്വസ്ഥതയ്ക്കും മുൻഗണന നൽകുന്നതാണ് ഗ്രോസ് നാഷണൽ ഹാപ്പിനെസ് അഥവാ GNH. ഭൂട്ടാന്റെ 4ാമത്തെ രാജാവായ ജിഗ്നെ സിംഗെ വാങ്ചുക് 1970കളിൽ ആവിഷ്കരിച്ച ഒരു സമഗ്ര വികസന തത്വശാസ്ത്രമാണ് ഗ്രോസ് നാഷണൽ ഹാപ്പിനെസ് GNH. ആഗോള വികസനത്തിന് കൂടുതൽ ഉൾക്കൊള്ളുന്നതിനും സന്തുലിതവും സുസ്ഥിരവുമായ ഒരു സമീപനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി 2013 ആദ്യമായി ഔദ്യോഗികമായി അന്താരാഷ്ട്ര സന്തോഷ ദിനം ആചരിച്ചു. സന്തോഷം ഒരു ആഡംബരമല്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സന്തോഷം എന്നത് ഓരോ മനുഷ്യൻ്റെയും അവകാശവും ഉത്തരവാദിത്വവും ജീവിതത്തിൻ്റെ താളവുമാണ്. ലോകം എല്ലാവർക്കും അവകാശപ്പെട്ട ഒന്നിനെ പ്രത്യേകം ആഘോഷിക്കുന്ന ദിനമാണ് സന്തോഷദിനം. അതെ, നമുക്ക് ഒരു നിമിഷം എല്ലാം നിർത്തിവെച്ച് ഒരു ദീർഘനിശ്വാസമെടുത്ത് സ്വയം ചോദിക്കാം, എന്താണ് എന്നെ യഥാർത്ഥത്തിൽ സന്തോഷിപ്പിക്കുന്നത്? ഞാൻ ശരിക്കും സന്തോഷവാനാണോ? സന്തോഷമെന്നത് നിങ്ങൾ ഓടി നടന്ന് പിന്തുടരുന്ന ഒന്നല്ല, അത് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒന്നാണ്. നിങ്ങളുടെ ജീവിതത്തെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നത് നിർത്തുന്ന നിമിഷം മുതൽ യഥാർത്ഥ സന്തോഷം ആരംഭിക്കുന്നു. സന്തോഷത്തിലേക്കുള്ള ഏറ്റവും ചെറിയ വഴി കൃതജ്ഞതയാണ്. സന്തോഷം വസ്തുക്കളിലല്ല, ചിന്തകളിലാണ്. സന്തോഷമുള്ള ഹൃദയം ആരോഗ്യകരമായ ഒരു മനസ്സിനെ സൃഷ്ടിക്കുന്നു. നിങ്ങൾ സന്തോഷം എത്രത്തോളം പങ്കിടുന്നുവോ അത്രത്തോളം അത് വളരുന്നു. ആത്മാവ് ശാന്തമായിരിക്കുമ്പോൾ പാടുന്ന ഒരു നിശബ്ദ ഗാനമാണ് സന്തോഷം. സന്തോഷത്തിൻ്റെ ചെറിയ നിമിഷങ്ങളാണ് ജീവിതത്തിൻ്റെ യഥാർത്ഥ നിധികൾ. സന്തോഷം ഒരു ശീലമാകണം. ഇരുട്ടിനെയല്ല, വെളിച്ചം തേടാൻ നിങ്ങളുടെ മനസ്സിനെ പരിശീലിപ്പിക്കുക. ക്ഷമയും മാപ്പു നൽകലും വിട്ടുകൊടുക്കലും ഈ നിമിഷത്തിൽ ജീവിക്കുകയുമാണ് സന്തോഷം പ്രവേശിക്കാനുള്ള 4 കവാടം. നിങ്ങൾക്ക് സന്തോഷം വാങ്ങാൻ കഴിയില്ല, പക്ഷെ എന്തും സ്നേഹത്തോടും നന്ദിയോടും കൂടി ചെയ്യുമ്പോൾ അവിടെ സന്തോഷം തനിയെ സംഭവിക്കുന്നു. ലോകവുമായി പങ്കിടുന്ന സന്തോഷത്തിൻ്റെ ഏറ്റവും ലളിതമായ രൂപമാണ് പുഞ്ചിരി. നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് നേടുന്നതിലല്ല, മറിച്ച് നിങ്ങൾക്കുള്ളതിനെ സ്നേഹിക്കുന്നതിലാണ് സന്തോഷം. നിങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും ചിന്തകളും സന്തോഷത്തോടെ ഒരുമിച്ച് നടക്കുമ്പോഴാണ് സന്തോഷമുണ്ടാകുന്നത്. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ സഹായിക്കുന്നവരാണ് ഏറ്റവും സന്തുഷ്ടരായ ആളുകൾ. നിങ്ങൾ വർത്തമാന നിമിഷത്തിൽ ജീവിക്കുമ്പോൾ സന്തോഷം നിങ്ങളെ നിശബ്ദമായി ആലിംഗനം ചെയ്യുന്നുണ്ട്. സന്തോഷം സ്വീകാര്യതയുടെ പൂന്തോട്ടത്തിൽ വളരുന്നൊരു പുഷ്പമാണ്. സന്തോഷമായിരിക്കുക എന്നാൽ തുറന്ന ഹൃദയത്തോടെ ജീവിക്കുക എന്നതാണ്. ലളിതവും ആത്മാർത്ഥവും നന്ദിയുള്ളവരുമാകുക. അതുകൊണ്ട് പ്രിയ ശ്രോതാക്കളെ, സുഹൃത്തുക്കളെ, ഓരോ നിമിഷവും കുറച്ചുകൂടി പുഞ്ചിരിക്കൂ. ഉള്ളു തുറന്ന് കുറച്ചുകൂടി നന്ദി പ്രകാശിപ്പിക്കുക. കുറച്ചു മാത്രം പരാതിപ്പെടുക. കുറച്ചുകൂടി ആഴത്തിൽ സ്നേഹിക്കുക. ഓർമ്മിക്കുക, സന്തോഷം എത്തിച്ചേരാനുള്ള ഒരു ലക്ഷ്യസ്ഥാനമല്ല, അത് യാത്ര ചെയ്യാനുള്ള ഒരു മാർഗമാണ്. നമ്മുടെ ഓരോ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും ഊഷ്മളതയിലൂടെയും അത് പ്രചരിപ്പിക്കുന്നുവെന്ന് നമുക്ക് സ്വയം പ്രതിജ്ഞയെടുക്കാം. എല്ലാ ദിവസവും സന്തോഷത്തിൻ്റെ ദിവസമാക്കണം. കാരണം ലോകത്തിന് കൂടുതൽ വിജയകരമായ ആളുകളെ ആവശ്യമില്ല, അതിന് കൂടുതൽ സന്തുഷ്ടരായ ആളുകളെയാണ് ഇന്ന് വേണ്ടത്. സുഭാഷിതം. അവതരിപ്പിച്ചത്
ഡോക്ടർ കെ എസ് കൃഷ്ണകുമാർ.